നമസ്കാരം. ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഗുണമുള്ളത് അവശത അനുഭവിക്കുന്ന മനുഷ്യനെ സേവിക്കുമ്പോഴാണ്. ഇത് ഹിന്ദുക്കൾ പഠിപ്പിക്കുന്ന ഒരു വരട്ട് തത്വശാസ്ത്രമാണ്. അതായത് വിശ്വാസത്തെ അകറ്റുക, അമ്പലത്തിൽ പോകാതിരിക്കുക, നിങ്ങൾ മനുഷ്യനെ സേവിക്കൽ മാത്രം പതിവാക്കുക, ഇതൊക്കെ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പൂകാസയുടെ ഒരു അധ്യാപകൻ. ആരാണ് പൂകാസ? പുരോഗമന കലാ സാഹിത്യ സംഘമാണ്. അതായത് ഒരു ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമാണ്. വിശ്വാസങ്ങളിൽ നിന്ന് അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കുറേ ബുദ്ധിജീവികളായിട്ടുള്ള കുറേ അധ്യാപകന്മാർ ഞങ്ങളുടെ എല്ലാ നാട്ടിലുണ്ട്. പക്ഷെ അവരൊരിക്കലും ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയോ ക്ഷേത്രങ്ങളെയോ ഒന്നും വിമർശിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഒരു മറ്റേ ഹിന്ദു ചെറുപ്പക്കാർക്ക് ഇവരൊരു ക്ലാസ് കൊടുക്കുകയാണ്. നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അവശത അനുഭവിക്കുന്ന മനുഷ്യനെ സേവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? എത്ര കഷ്ടപ്പാടുണ്ട്? ഇങ്ങനെ ധാരാളം കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഹിന്ദു ചെറുപ്പക്കാർ ഇതെല്ലാം തലകുലുക്കി സമ്മതിക്കുകയാണ്. ഈ സമയത്താണ്, വെള്ളിയാഴ്ചയാണ്, ഒരു പറ്റം മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു ചെറുപ്പക്കാരിൽ നിന്ന് ഒരാൾ അല്പം ഒരു RSS മൈൻഡുള്ള ആളായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, മാഷേ, ഇതേ ക്ലാസ് ഈ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഒന്ന് കൊടുക്കണം. അവർ പള്ളിയിൽ പോയിട്ട് അവരുടെ സമയം വേസ്റ്റാക്കിയാണ്. പള്ളിയിൽ പോകുന്നതിന് പകരം അവർക്ക് ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും മനുഷ്യനെ സേവിക്കലൊക്കെ നടത്തിക്കൂടെ? അപ്പം മാഷ് ഞങ്ങൾക്ക് നൽകിയ, അതായത് ഹിന്ദു ചെറുപ്പക്കാരായ അമ്പലത്തിൽ പോകുന്ന ഞങ്ങൾക്ക് നൽകിയ ഇതേ ഒരു ക്ലാസ് ഈ മുസ്ലിം ചെറുപ്പക്കാർ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഷ് വല്ലാതെ വിഷമിച്ചു. സാറ് ക്ലാസ് കൊടുക്കൂ? അത് പറ്റില്ല എന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് സ്കൂട്ട് ചെയ്ത് കളഞ്ഞു. കുറച്ച് വർഷം മുമ്പാണ്. ഇന്നത്തെ രാമായണമൊക്കെ വായിക്കുകയാണ്. നമ്മുടെ ജി സുധാകരനെ പോലെ പറ്റുന്ന കാലത്ത് ഹിന്ദുവിനിട്ട് എല്ലാ പണിയും കൊടുത്ത് വയസ്സായി ഒന്നിനും പറ്റാത്ത ശാരീരിക അവസ്ഥ വരുമ്പോൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് രാമായണം എന്നൊരു തെറ്റിദ്ധാരണ എവിടെയൊക്കെയോ വന്നു പോയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, മനുഷ്യനെ സേവിക്കുന്നത് തെറ്റാണോ? തീർച്ചയായിട്ടും നമുക്ക് പഞ്ചമഹായജ്ഞങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിലൂടെ ശാസ്ത്രത്തെയും യുക്തിയെയും സേവനത്തെയും ഒക്കെ പഠിപ്പിക്കുക. അടിസ്ഥാനപരമായിട്ട് മനസ്സിനെ ഒരുക്കണം. മനസ്സൊരുങ്ങാതെ നമുക്കൊരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. ഒരു കടുകുമണി എടുത്ത് ഉയർത്തണമെങ്കിൽ പോലും മനസ്സൊരുങ്ങണം. അപ്പൊ മനസ്സ് ഒരുങ്ങണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ സൽചിന്തകൾ ഉണ്ടാവണം. സൽചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സൽചിന്തകൾ കിട്ടുന്ന കേന്ദ്രത്തിൽ പോകണം. ക്ഷേത്രം ക്ഷയാത് ത്രായത ഏതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, ചിന്തകളുടെ നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സൊരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം പഞ്ചമഹായജ്ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കും. ഷോഡശ സംസ്കാരം, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള 16 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ഇപ്പോൾ ഒരു ഹിന്ദു എല്ലാ ദിവസവും ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹം. എന്താണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം. ഇതാണ് ബ്രഹ്മയജ്ഞം. പഠിക്കുക, പഠിപ്പിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം പഠിക്കണം, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മുടെ വൈദിക കാര്യങ്ങൾ, നമ്മുടെ വേദവുമായിട്ടും ഉപനിഷത്തുകളുമായിട്ടും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും അല്ലെങ്കിൽ നല്ല നോളേജ് എവിടുന്ന് കിട്ടുമോ അതെല്ലാം പഠിക്കലാണ് ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം എന്ന് പറയുന്നത് ദൈവിക കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആചാരങ്ങൾ, നിലവിളക്ക് വെക്കുന്നു, ക്ഷേത്ര ദർശനം നടത്തുന്നു, മറ്റ് പൂജാ കാര്യങ്ങൾ ചെയ്യുന്നു, സാധനകൾ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ദൈവിക യജ്ഞത്തിന്റെ ഭാഗമാണ്. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദ്യോതനാത് ദൈവ എന്നാണ്. ഉയർത്തുന്നതെന്തോ, പ്രകാശിപ്പിക്കുന്നതെന്തോ അതാകുന്നു ദൈവം. മൂന്നാമത്തേതാണ് പിതൃയജ്ഞം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ശ്രദ്ധിക്കണം. അവർ മരിച്ചു കഴിഞ്ഞാൽ വേണ്ട കർമ്മങ്ങൾ 7 തലമുറ പിറകിലേക്ക് സങ്കല്പിച്ച് ബലികർമ്മങ്ങൾ ചെയ്യണം. അപ്പം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അമ്മയാണ് ഒന്നാമത്തെ ദൈവം, അച്ഛനാണ് രണ്ടാമത്തെ ദൈവം എന്ന സങ്കല്പമാണ് ഭാരതത്തിനുള്ളത്. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സങ്കല്പം വന്നു ചേർന്നത്. 4മത്തേതാണ് നരയജ്ഞം, മനുഷ്യനെ സേവിക്കുക എന്നുള്ളത്. നമുക്ക് ചുറ്റും അവശത അനുഭവിക്കുന്ന, രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? വിഷ്ണു സഹസ്രനാമം പറയും, സഹസ്ര ശേരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എന്റെ ഭഗവാന് 1000 കൈയും 1000 കണ്ണും 1000 കാലും ഉണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്, എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നത്, ആ കൈകളിൽ ഒരു ഭക്ഷണപ്പൊതി വെച്ചു കൊടുത്താൽ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുന്നത്. ഇതാണ് വിശാലമായ നമ്മുടെ കാഴ്ചപ്പാട്. ഇതാണ് നരയജ്ഞം. മനുഷ്യനെ സേവിക്കുന്നത് എന്തെങ്കിലും ഒരു കൂലി മരിച്ചതിന് ശേഷം സ്വർഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു പദ്ധതിയെ നമുക്കില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് ഈ സേവനം. അതിൽ നിന്ന് നിങ്ങൾക്ക് നരകമോ സ്വർഗമോ ഈ ചിന്തകളൊന്നും ഹിന്ദുവിലില്ല സേവനത്തിൽ എന്ന് മനസ്സിലാക്കണം. അതാണ് നരയജ്ഞം.
ഭൂതയജ്ഞമുണ്ട്. സർവ്വജീവജാലങ്ങൾക്ക്, മനുഷ്യന് മാത്രമല്ല, പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, പൂച്ചക്ക് കൊടുക്കാം, കിളികൾക്ക് വെള്ളം കൊടുക്കാം. അതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭൂതയജ്ഞം പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഞാൻ ഗുജറാത്തിൽ ഒരു യാത്ര നടത്തിയപ്പോൾ അവിടെ അമ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഒരു 200 മീറ്റർ അകലെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. ദിവസം 1000-2000 പേരൊക്കെ വരും എന്നാണ് അവർ പറഞ്ഞത്. അത്രയും പേർക്ക് സൗജന്യമായിട്ട് ട്രീറ്റ്മെന്റ്, ചികിത്സ കൊടുക്കുന്നു അവിടെ. മറ്റൊരിടത്ത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വലിയൊരു സ്ഥലം, അവിടെ എല്ലാ ദിവസവും പട്ടികൾക്ക് 100 കണക്കിന് തെരുവ് പട്ടികൾക്ക് ഭക്ഷണമുണ്ട്. മറ്റൊരു സ്ഥലത്ത് മുകളിൽ വെള്ളവും താഴെ ധാന്യവും വെച്ചിരിക്കുകയാണ്. അത് കിളികൾക്കുള്ളതാണ്. ആയിരക്കണക്കിന് മാടപ്രാവുകൾ അവിടുന്ന് ഈ ധാന്യങ്ങൾ കൊത്തിത്തുന്നു, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്ന വിശ്വാസം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷമാണ് ഇത് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ ഗുരുവായൂരും ശബരിമലയും വൈക്കത്തും കാടാമ്പുഴയിൽ നടക്കില്ല. അവിടെ മൂത്രമൊഴിക്കാൻ 25 രൂപയാണ് കഴിഞ്ഞ സീസണിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരോട് ഊറ്റി വാങ്ങിയത്. അത് സർക്കാർ നടത്തുമ്പോൾ വിഷനില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മന്ത്രിയൊക്കെ ആകുമ്പോൾ അവന് വിശ്വാസമില്ല. ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിയാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലായല്ലോ. ശബരിമലയിൽ 10 സ്ത്രീകൾ കയറിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഭരണകൂടം, തന്ത്രിമാരുടെ ആസനത്തിൽ കുന്തം കുത്തി കയറ്റണം എന്ന് പറയുന്ന കഴിഞ്ഞ ദേവസ്വം മന്ത്രിയായിരുന്നു ജി സുധാകരൻ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ രാമായണം വായിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വികലമായ കാഴ്ചപ്പാടുള്ള ആളുകൾ ക്ഷേത്രവും ആചാരങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ അവിശ്വാസവും അവിടെ പ്രശ്നങ്ങളും വരും. ജാതക പ്രശ്നം കൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല, 7 ചൊവ്വയാണ്, അങ്ങനെ 32-40 വയസ്സായ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. അത് ഹിന്ദു സമൂഹത്തെ പിറകിലേക്ക് അടിക്കുന്ന വിശ്വാസങ്ങളാണ്. ജ്യോതിഷം ശാസ്ത്രമാണ്, പക്ഷേ ജ്യോത്സ്യന്മാർ, വയറ്റിപ്പിഴപ്പിന്റെ ജ്യോത്സ്യന്മാർ ഹൈന്ദവ സമൂഹത്തിന്റെ കല്യാണം മുടക്കികളായിട്ട് മാറുന്നുണ്ട്. ഇഷ്ടംപോലെ കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകൾ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യനെ സേവിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും ജീവജാലങ്ങളെ സ്നേഹിക്കുവാനും അതിനെ പരിചരിക്കുവാനും പറഞ്ഞു. ഭൂമി അമ്മയായി കരുതി ആരാധിക്കുന്നവരാണ് നമ്മൾ. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയണമെന്ന് പറയുന്നവരാണ് ഹിന്ദുക്കൾ. സമുദ്രവസനെ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രത്തെ വസ്ത്രമാക്കിയവൾ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവൾ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അമ്മേ എന്റെ പാദസ്പർശം ക്ഷമസ്വമേ, പാദസ്പർശം ക്ഷമിച്ചാലും എന്ന് പറയുന്നു. അമ്മയായിട്ടാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലരെയും അമ്മയായിട്ട് കാണുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതായത് വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളും നമുക്ക് അമ്മയാണ്. കടലമ്മയാണ്, ഗംഗാ മാതാവാണ്. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചോടുന്ന പാല് പശുവിൻ്റെതാണ്. അതുകൊണ്ട് ഗോ നമുക്ക് അമ്മയാണ്. ഇങ്ങനെ ഉദാത്തമായ കാഴ്ചപ്പാടുകളെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ദർശനം. ആ ദർശനം നമ്മളിലേക്ക് എത്തിപ്പിക്കുവാൻ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വാസിയാവണം. വിശ്വാസിയല്ലാത്ത എത്ര പേരാണ് രാമായണം പഠിക്കുക? വിശ്വാസമില്ലാത്ത എത്ര പേര് മഹാഭാരതം പഠിക്കും? ഷോഡശ സംസ്കാരവും പഞ്ചമഹായജ്ഞങ്ങളും ചെയ്യും. എത്ര പേർ തീർത്ഥയാത്ര ചെയ്യും? വളരെ അപൂർവ ആളുകൾ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ വിശ്വാസമാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസത്തിലൂടെയാണ്, ക്ഷേത്രത്തിലൂടെയാണ്, ആചാരങ്ങളിലൂടെയാണ് നമുക്ക് ലോകത്തെയും മനുഷ്യനെയും ഒക്കെ സേവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ വലിയ വലിയ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടത്തുന്ന ആളുകളിൽ 99% വിശ്വാസികളാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ പറ്റിക്കുന്ന ഒരു പാഠമാണ്, നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ടതില്ല, നിങ്ങൾ മനുഷ്യനെ മാത്രം സേവിച്ചാൽ മതി. അമ്പലം എന്നത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കലാണ്. അമ്പലം പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നൽകുന്ന ഉപദേശങ്ങളല്ല. അത് ഹിന്ദു ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന ബുദ്ധിജീവികൾ, ശില്പികളുടെമാര്, ശ്യാംകുമാരന്മാരൊക്കെ നൽകുന്ന ഉപദേശങ്ങളാണ്. അതിലൊരിക്കലും നമ്മൾ വീണുപോകരുത്. വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലെ ശാസ്ത്രത്തെ, യുക്തിയെ അന്വേഷിച്ച് കണ്ടെത്തി ആ വിശ്വാസത്തിലെ മനുഷ്യത്വത്തെ, സർവ്വജീവജാലങ്ങളോടുമുള്ള കടമയെ, മനുഷ്യനെ സേവിക്കേണ്ട കടമയെ, മനുഷ്യനെ നരനെ നാരായണനായിട്ട്, നരയജ്ഞത്തെ നാരായണജ്ഞമായിട്ട്, മാനവസേവയെ മാധവസേവയായിട്ടാണ് നാം വിശേഷിപ്പിക്കുന്നതെന്നറിയുക. നന്ദി, നമസ്കാരം.